ഗ്രാമനഗര വ്യത്യാസം വലിയ തോതിലില്ലാത്തൊരു നാടാണ്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഒരു നഗരത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശങ്ങൾ പോലെ ഒരു വലിയ നഗരമായി നിലകൊള്ളുന്നൊരു നാടാണ് കേരളം. ഇതിൻ്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ആ കാഴ്ചപ്പാടിനനുസൃതമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. പറഞ്ഞു വന്നത് വ്യവസായ മേഖലയായതുകൊണ്ട് വ്യവസായ മേഖലയിൽ തന്നെ വന്ന മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ദുരവസ്ഥ വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്ന പ്രചരണമായിരുന്നു. പലരും ആ പ്രചരണം ഏറ്റുപിടിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ അപ്പോഴും ദശാബ്ദങ്ങളായി വ്യവസായം നടത്തുന്നവരുണ്ട്. അതിൽ ചിലർ വൻകിട വ്യവസായികളാണ്. 2016 ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അതിനുശേഷം ഇത്തരം വ്യവസായികളുമായി സംവദിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അവരുടെ യോഗത്തിൽ ഒന്നല്ല ഒന്നിലധികം യോഗങ്ങൾ. ആ യോഗത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ വ്യവസായം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അനുഭവം, എന്തെങ്കിലും ദുരനുഭവങ്ങളുണ്ടോ, ഞങ്ങൾ മാറ്റേണ്ടതായി വല്ലതുമുണ്ടോ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും അഭിപ്രായം ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട ചില വ്യവസായികൾ, വൻകിട വ്യവസായികൾ, ദശാബ്ദങ്ങളായി തുടരുന്നവർ, അതിലൊരാൾ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, ദശാബ്ദങ്ങളായി ഞാനിവിടെയുണ്ട്, ഞങ്ങളുടെ സ്ഥാപനം തൊഴിൽ കൊടുക്കുന്നവരുടെ എണ്ണമൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം പോലും തൊഴിലാളികൾ കാരണം ഞങ്ങൾക്ക് പണി സ്തംഭിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതുപോലുള്ള പ്രതികരണം പലരിൽ നിന്നുമുണ്ടായി. പക്ഷേ നാട്ടിന് പുറത്തുള്ള പ്രചരണവും ഇവിടെ വ്യവസായം പറ്റുന്നതല്ല, വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല. യഥാർത്ഥത്തിൽ വളരെ ആരോഗ്യകരമായ അന്തരീക്ഷമാണ് വ്യവസായ രംഗത്ത് നിലനിന്നിരുന്നത്. പക്ഷേ മാറേണ്ട ചിലതുണ്ടായിരുന്നു. ആ മാറേണ്ട ചിലതിൽ ഒന്ന് നോക്കുകൂലിയായിരുന്നു, മറ്റൊന്ന് ഒരു സ്ഥാപനത്തിൻ്റെ പണി ആരംഭിക്കുമ്പോൾ അവിടെ ചിലർ ചെല്ലുകയാണ്, ഈ പണിക്ക് ഞങ്ങളെ ഇത്രയാളെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത്തരം ചില പ്രവണതകൾ കണ്ടപ്പോൾ ഉത്തരവാദപ്പെട്ട സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചു. അവരോട് ചോദിച്ചു എന്താണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിലവിൽ തൊഴിലെടുക്കുന്നവരുടെ സംഘടനയാണ്, ആർക്കെല്ലാം തൊഴിൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയാറില്ല, അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു.
പിന്നെ പറഞ്ഞു, ഞങ്ങൾ എടുക്കുന്ന ജോലിക്ക് കൂലിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, എടുക്കാത്ത ജോലിക്ക് കൂലി ഞങ്ങളാരും ആവശ്യപ്പെടാറില്ല. ആ രണ്ടും കേരളത്തിൽ തൊഴിലാളി സംഘടനകളുടെ പൂർണ്ണമായ സഹകരണത്തോടെ തന്നെ തടയുന്ന നില സ്വീകരിച്ചു.